ഹലോ എല്ലാവർക്കും നമസ്കാരം. വെബ്ഫ്ലോ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് കരുതുന്നു. ഇതിനു മുമ്പത്തെ 2 വീഡിയോസിൽ നമ്മൾ CMS കളക്ഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ കളക്ഷൻസ് ഉപയോഗിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് നമുക്കിതിലേക്ക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആനിമേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ ചെയ്യുന്ന കുറച്ചധികം ആനിമേഷൻസ് നമുക്ക് CS ഉപയോഗിച്ച് ആനിമേഷൻസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനിമേറ്റ് CSS ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആനിമേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പം വെബ്ഫ്ലോയിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻസ് എല്ലാം വെബ്ഫ്ലോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആനിമേഷൻസ് ചെയ്യുന്നതിന്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയാണ് അതിനകത്തെ ഒരു വെബ്ഫ്ലോയിലുള്ള ആനിമേഷൻസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ അതിന് നമ്മൾ വെബ്ഫ്ലോ ഇതിലേക്ക് തന്നെ വരുന്നു. ഇതിൽ മെയിൻ വെബ്ഫ്ലോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെബ്ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രോജക്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഒരു ഷോ കേസിംഗ് ആണ്. കാരണം ഈ വെബ്ഫ്ലോയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച് ഓരോ വെബ്സൈറ്റുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. എക്സാമ്പിൾ ആക്ച്വലി ഇതെല്ലാം ലൈവായിട്ടുള്ള സൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് നമുക്കിവിടെ ഷോക്കേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ CMS എന്നുള്ള ഓപ്ഷൻ ടാബ് കാണാം, ആനിമേഷൻസ്, ഇൻട്രാക്ഷൻസ്, പോർട്ട്ഫോളിയോ, ഇ-കൊമേഴ്സ്, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിലെ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന ടാബ് എടുത്തിട്ട് ഇതിലുള്ള കുറച്ച് വെബ്സൈറ്റുകൾ നമുക്ക് നോക്കാം. അതായത് വെബ്ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻസും ഇൻട്രാക്ഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ എടുക്കാം. ഇത് ആക്ച്വലി ഒരു പേഴ്സണൽ വെബ്സൈറ്റ് പോർട്ട്ഫോളിയോ ആണെന്നാണ് അതിനകത്ത് പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ പേജിലേക്ക് വരാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ പ്രിവ്യൂ കാണുന്നതിന് പകരം നമുക്കിവിടെ ലൈവ് സൈറ്റിൻ്റെ ലിങ്ക് ഇവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റ് ഇതിൻ്റെ ഇൻട്രാക്ഷൻസ് എല്ലാം ഒന്ന് നോക്കിക്കോളൂ. ഇതെല്ലാം വെബ്ഫ്ലോയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ലോഡ് ചെയ്യാം. സോ ഇവിടെ ഒരു പ്രോഗ്രസിങ് കൗണ്ടർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അപ്പിയറിങ് ആനിമേഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു വ്യൂവിൽ നിന്നും പതിയെ സ്ലൈഡിങ് ചെയ്തിട്ടൊക്കെ വരുന്ന ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ആനിമേഷൻ, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഇൻട്രാക്ഷൻസ് ഒക്കെ നമ്മൾ ഇരുന്നിട്ട് അതിൻ്റെ ഒരു CSS എഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി CSS ലൈബ്രറി ലൈക്ക് ആനിമേറ്റ് CSS ഒക്കെ പോലെയുള്ള ഒരു ലൈബ്രറി ഉപയോഗിക്കുകയോ ഇതൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. വെബ്ഫ്ലോയിൽ തന്നെയുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഓൺ ചെയ്ത് നോക്കാം. അത് കണ്ടോ, സ്ക്രോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇമേജ് ഒരു സൈഡിലേക്ക് പോകുന്നു, അതുപോലെ ഈ ടെക്സ്റ്റ് അപ്പിയർ ആവും, മുകളിലേക്ക് വരുന്നു. കുറേയധികം അടിപൊളി ആനിമേഷൻസ് കണ്ടോ. ഇതെല്ലാം നമുക്ക് വെബ്ഫ്ലോയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. ഭയങ്കര അനിമേഷൻസ് വെച്ചാൽ നമ്മളൊരു പക്ഷേ ഇത് നമ്മളെ രീതിയിൽ നിന്ന് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ പല പ്ലഗിൻസ് ഒക്കെ എക്സ്ട്രാ നോക്കേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി എല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നുമല്ല, എല്ലാം നമുക്ക് പ്യൂർലി വെബ്ഫ്ലോയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെനുവിൻ്റെ ഒരു അനിമേഷൻ ഉണ്ടെന്ന് കരുതുന്നു. കണ്ടോ, ഈ ഒരു രീതി വരുന്നുണ്ട്. ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള എന്തോ ഒരു സ്റ്റൈലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വെബ്ഫ്ലോയിലുള്ള ആനിമേഷൻസ്, ഇൻട്രാക്ഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വെബ്ഫ്ലോയുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി എടുത്ത് നോക്കാം. സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ലൈവ് സൈറ്റ് എടുക്കുന്നു. ലൈവ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന ഒരു കട്ട് ചെയ്ത് പോകുന്നൊരു, പിന്നെ മൗസിനെ ഫോളോ ചെയ്യുന്നൊരിതുണ്ടോ, മൗസിനെ ഫോളോ ചെയ്ത് വ്യൂ എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി വെബ്ഫ്ലോയിൽ തന്നെ ഇവർ ചെയ്യുന്നതാണ്. വെബ്ഫ്ലോയുടെ എല്ലാ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബട്ടൺ വർക്ക് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വെബ്സൈറ്റിൽ കാണും എന്ന് കരുതാം. ഹൗ ടു, അതുപോലെ ക്രെഡിറ്റ്സ്, അങ്ങനെ കുറേ മെനു, ഇതെല്ലാം ഹോവർ ചെയ്യുമ്പോൾ ഓരോ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഈ ഇൻട്രാക്ഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് വെബ്ഫ്ലോയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത്ര ഡീപ്പായിട്ടുള്ള ഒരു ഡെമോയിലേക്കല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ബേസിക്കായിട്ട് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡമ്മി വെബ്സൈറ്റാണിത്. ഇത് കണ്ടില്ലേ, ഒരു പക്ക ഒരു സ്റ്റാറ്റിക് സൈറ്റിൻ്റെ ഒരു ഫീലാണ് അല്ലേ. ഒരു ഇൻട്രാക്ഷൻസോ ആനിമേഷൻസോ ഒന്നും ഇവിടെ ഇല്ല.
ജസ്റ്റ് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വെറും ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻട്രാക്ഷൻസ് ആനിമേഷൻസ് എല്ലാം ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലോഡിങ് ആനിമേഷൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലോഡിങ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെബ്സൈറ്റ് ലോഡ് ആകുമ്പോൾ ഒരു ലോഡിങ് പോലത്തെ ഒരു ഇത് കാണണം. എന്നിട്ട് അത് എല്ലാം ഒന്ന് പേജെല്ലാം കണ്ടന്റിലെ ഇമേജെല്ലാം ലോഡ് ആയി കഴിയുമ്പോൾ അത് അറിയാമല്ലോ, പ്രീ ലോഡർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു ലോഡിങ് ജിഫ് ആനിമേഷൻ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ ഈ ഒരു ഇമേജ് നമുക്ക് എടുക്കാം. കാണാനൊക്കെ അല്പം ലുക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് സേവ് ചെയ്യുന്നു. ഞാൻ ആ ഒരു ആനിമേഷൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീ ലോഡർ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ഫുൾ പേജിനെ അത് കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഡിവ് എലമെൻറ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിടുന്നു. പ്രീ ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നെയിം അതിന് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ 100% വിഡ്ത്തും അതുപോലെ 100 VH വെർട്ടിക്കൽ ഹൈറ്റ്, വി പോർട്ട് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ട് തൽക്കാലം ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. പൊസിഷൻ ഞാനതിനെ ഫിക്സഡ് ആക്കി വെക്കാൻ പോവാണ്, കാരണം എപ്പോഴും അത് ടോപ്പിൽ നിൽക്കണം എന്നുള്ള ഒരു ആവശ്യമുള്ളതാണ് പൊസിഷൻ നമ്മൾ ഫിക്സഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഫിക്സഡ് പൊസിഷൻ കൊടുത്തിട്ട് ഇസഡ് ഇൻഡെക്സ് ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഇസഡ് ഇൻഡെക്സ് കൊടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ളൊരു ഇത് സെലക്ഷൻ മാറിയിട്ടുണ്ട്. നമുക്ക് പ്രീ ലോഡർ ആണ് വേണ്ടത്. ഞാൻ അപ്ലൈ ചെയ്ത ക്ലാസിന്റെ പൊസിഷൻ ക്ലാസ് മാറിപ്പോയിട്ടുണ്ട്, അതാണ് കാര്യം. സെക്ഷൻ വീഡിയോയിലേക്കല്ല, നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഓക്കെ, പ്രീ ലോഡർ ഈ ഒരു ഡിവിലായിരുന്നു പ്രീ ലോഡർ വേണ്ട. ഞാൻ ആക്ച്വലി ഇപ്പോൾ കൊടുത്തത് മാറിപ്പോയതാണ്. 100% 100 VH ഹൈറ്റ് കൊടുത്തു. പൊസിഷൻ താഴത്തേക്ക് വന്നിട്ട് നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഫിക്സഡ് പൊസിഷൻ കൊടുക്കുന്നു. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഹയർ ആയിട്ടുള്ള ഇസഡ് ഇൻഡെക്സും കൊടുക്കുന്നു. ഓക്കെ, കുറച്ചും കൂടി ഹയർ വാല്യൂ കൊടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ തൽക്കാലം ഒരു വൈറ്റ് തന്നെ കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ഇമേജ് കൊണ്ടുവരാം. നമ്മളിപ്പോൾ എടുത്ത ഒരു ഇമേജ് കൊണ്ടുവരാം. അപ്പോൾ ഇമേജ് എലമെന്റ് എടുക്കുന്നു, ചൂസ് ഇമേജ് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഡെസ്ക്ടോപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു ലോഡിങ് ആനിമേഷൻ എടുക്കുന്നു. സോ അത് അപ്ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്ലോഡായി. ഈ ഒരു ആനിമേഷൻ അവിടെ വർക്ക് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പ്രീ ലോഡർ ഐക്കൺ എന്നുള്ളൊരു നെയിം കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. 50 തൽക്കാലം കൊടുക്കാം അല്ലേ. 50 കൊടുത്തിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇത് മിഡിലേക്ക് വരണം. അപ്പം ഞാൻ ഈ പ്രീ ലോഡർ എന്ന് പറയുന്ന അതിൻ്റെ പാരന്റ് ക്ലാസ്സിനെ നേരെ കൊണ്ടുവന്നിട്ട് സെൻട്രൽ അലൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത്ര നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ നമ്മളിത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പ്രിവ്യൂ നോക്കുവാണെങ്കിൽ എന്താ പറ്റുക, ഇങ്ങനെ ഒരു അനിമേഷൻ മാത്രമേ കാണുള്ളൂ അല്ലേ. ഇത് ഒരിക്കലും ഇത് ഡിസപ്പയർ ആവുന്ന ഒരു രീതിയൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വെബ്സൈറ്റിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡോക്യുമെൻ്ററി ഒരു ഡിവ് അവിടെ കൊടുത്തിട്ട് ഈ പോലെ ഡിവിഷനും HTML CSS എല്ലാം ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്ററി ആയി കഴിയുമ്പോൾ നമ്മളതിനെ ഹൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഈ ഒരു സെക്ഷനെ ഹൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ അതേപോലത്തെ ഒരു രീതിയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, കാരണം നമുക്ക് ഇങ്ങനെ കാണണം. ഇനി ഇൻട്രാക്ഷൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പം അതിന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇൻട്രാക്ഷൻസിൻ്റെ ഓപ്ഷൻസ് ഉള്ളതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു ലാസ്റ്റ് ടാബിലാണ് നമ്മുടെ ഇൻട്രാക്ഷൻസ് കിടക്കുന്നത്. ഇവിടെയാണ് ഇൻട്രാക്ഷൻസിൻ്റെ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ എലമെന്റ് ട്രിഗർ, പേജ് ട്രിഗർ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ടെന്നറിയാം. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പേജ് ട്രിഗറിലേക്ക് വന്നതിന് ശേഷം പേജ് ലോഡ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. അതായത് പേജ് ലോഡ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെൻ പേജ് സ്റ്റാർട്ട്സ് ലോഡിങ്,
അല്ലെങ്കിൽ വെൻ പേജ് ഫിനിഷസ് ലോഡിങ്. രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആനിമേഷനാണ് കൊടുക്കേണ്ടത്, അതുപോലെ പേജ് ലോഡിങ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ആനിമേഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പേജ് ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രീലോഡർ വിസിബിൾ ആയിരിക്കണം. പേജ് ലോഡിങ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പം ഈ പ്രീലോഡർ ഹിഡൻ ആയി പോകണം എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ട് ആനിമേഷൻ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെ ആനിമേഷൻസും അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻ്റർവ്യൂ അല്ല ഇൻ്റർഫേസ് വരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ആനിമേഷൻ ഒരു പേര് കൊടുക്കുകയാണ്, പ്രീലോഡ് ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പ്രീലോഡർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് കാണണം, വിസിബിൾ ആയിരിക്കും പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഞാനിവിടെ ഇൻട്രാക്ഷൻസ് ചെയ്യാൻ പോവാണ്. പ്രീലോഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ പ്ലസ് ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് ഇവിടെ വരുന്നതാണ്. ഓക്കെ, സോ ഞാനിവിടെ ഷോ ഓർ ഹൈഡ് ഓർ ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡിവിനെ ഹൈഡ് ചെയ്യണോ അല്ലെങ്കിൽ ഷോ ചെയ്യണോ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് ഇങ്ങനെ എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിമ്പിൾ കാണാം. കാരണം ആനിമേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ഷോ ഓർ ഹൈഡ് എന്നുള്ള രണ്ട് സ്റ്റേറ്റ് ഉണ്ടോ, ഒന്നെങ്കിൽ ഹൈഡ് ടു ഹൈഡ് അല്ലെങ്കിൽ ഹൈഡ് ടു ഷോ അല്ലെങ്കിൽ ഷോ ടു ഹൈഡ് അല്ലെങ്കിൽ ഷോ ടു ഷോ, അങ്ങനെ എന്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഹൈഡ് ഷോ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻട്രാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടില്ല, കാരണം അതിൻ്റെ സെറ്റിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, മറ്റൊരു കാര്യം ഇവിടെ ഇനിഷ്യലി ഇതിൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കണം. അതായത് ഇനിഷ്യലി എന്ന് പറയുമ്പോൾ പേജ് എന്താ പറയുക, പേജ് ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇനിഷ്യലി ഇത് വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി എന്നുള്ളതാണ്. അതായത് പേജ് ലോഡ് ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പുള്ള സ്റ്റേറ്റ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇനിഷ്യൽ സ്റ്റേറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുമ്പോൾ തന്നെ ഇനിഷ്യൽ സ്റ്റേറ്റ് വിസിബിൾ ആക്കി വെക്കുവാണ്. വിസിബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ബ്ലോക്ക് ഉണ്ട്, ഇൻലൈൻ ബ്ലോക്ക് ഉണ്ട്, ഫ്ലെക്സ് ഗ്രിഡ്, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഐക്കണിനെ നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഫ്ലെക്സ് വെച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ ഫ്ലെക്സ് ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തു. ഇനി ഇതേ ഇൻട്രാക്ഷൻ തന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു ടൈം ഡിലേ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് ഇവിടെ പറയുന്നില്ല, ഞാനിതിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അതവിടെ വിസിബിൾ ആകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. റിവ്യൂ ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ അതിങ്ങനെ ഒരു ലോഡിങ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വരും വീഡിയോസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പേജ് ലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു പ്രീലോഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലുള്ള ഡിവ് അവിടെ വിസിബിൾ ആവും. സോ നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് അവിടെ പറഞ്ഞു. ഇനി വെൻ പേജ് ഫിനിഷസ് ലോഡിങ്, അതായത് പേജ് ലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ നമുക്ക് ഹൈഡ് ആക്കണം എന്ന് പറഞ്ഞാൽ അതിനെ കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ അടുത്തൊരു ആക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. സ്റ്റാർട്ട് ആൻ ആനിമേഷൻ ഞാൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രീലോഡ് ഷോ എന്നുള്ളത് വന്നിരിക്കുന്നതാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയ ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഞാൻ പ്രീലോഡ് ഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഓർ ഹൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളവിടെ കൊടുത്തു. ഇനി ഇതേ ഐറ്റത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓൾറെഡി അത് സെലക്ടഡ് ആയതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഞാനവിടെ കൊടുത്തു. ഞാനതിനകത്ത് ടൈം ഡിലേ ഒന്നും നമ്മൾ പറയുന്നില്ല. എന്നിട്ട് ഞാനത് സേവ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. കാരണം എന്താ, നമുക്ക് പ്രിവ്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ. നമുക്കിതൊന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം റിയൽ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഞാനത് ചെയ്തു. ലോഡ് ചെയ്യുവാണ്. ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ആക്ച്വലി ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ സംഭവിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഞാനൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് പ്രിവ്യൂ കാണാനായിട്ട് നെറ്റ്വർക്കിൽ ക്രോമിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒരു സ്ലോ 3G എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി നെറ്റ്വർക്ക് സ്പീഡ് ഇപ്പം എന്നിട്ടും അത്
പ്രശ്നമുണ്ട്, കുഴപ്പമില്ല, എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കാണാനായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യാം. ഈ ഹൈഡ് എന്നുള്ളതിനകത്ത് ഒരു ഡിലേ നമുക്ക് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റില്ല, ഞാൻ ഒരു ഡിലേ ഒരു 1 സെക്കൻഡ് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് പബ്ലിഷ് ചെയ്യാൻ പോകണം. ഞാൻ ആ ഡിലേ കൊടുക്കാൻ കാരണം നമുക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഈ ഷോ ഹൈഡ് എന്ന് നമുക്കറിയാം, നമ്മൾ ഈ CSS ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ നൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് സ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഹൈഡ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അത് വർക്ക് ആവുന്നതാണ്. ഞാനത് ലോഡ് ചെയ്യുന്നു. ആ ഒരു ഇന്ററാക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മുടെ പേജ് വിസിബിൾ ആവുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഷോ ഓർ ഹൈഡ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രീലോഡിങ് ഇന്ററാക്ഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. ഈ രീതിയിൽ നമുക്ക് ആനിമേഷൻസ് ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ബേസിക് ഒരു ഇന്ററാക്ഷൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഇതിന് ടൈം ഒന്ന് കുറച്ച് വെക്കാം. ഓക്കെ, മാത്രമല്ല ഈ ഒരു ഷോർ ഹൈഡ് ഒരു പ്രീലോഡിങ് ചെയ്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന് കുറച്ച് സ്പീഡുള്ള ഒരു ഇന്റർനെറ്റാണ്. അപ്പം ഉറപ്പായിട്ടും ഈ ക്യാഷിങ് എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ വെബ്സൈറ്റ് ലോഡ് ആവും. പക്ഷെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമേജസ് അസറ്റ്സ് എല്ലാം ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഈ ഒരു ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാനും പറ്റും. സോഫ്റ്റ്വെയർ നമ്മുടെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഒരു പ്രീലോഡിങ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം പ്രീലോഡിങ് എന്ന എക്സാമ്പിൾ കാണിച്ചതെന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം ഈ പ്രീലോഡിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ആ ടെക്നിക്ക് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ലോഡ് ആകുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആനിമേഷൻ കാണിക്കണം, നമ്മൾ മുമ്പ് എക്സാമ്പിൾ കാണിച്ച പോലെ ഒരു കൗണ്ടറൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ററാക്ഷൻസിൻ്റെ കുറച്ച് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോസിൽ ഒന്ന് കാണാം. അതിൻ്റെ ഡെമോ എല്ലാം നമുക്ക് നോക്കാം. നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റ് ഒക്കെ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. സോ എല്ലാവരും ഒന്ന് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കൂടുതൽ വെബ്ഫ്ലോ ഇന്ററാക്ഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.